നമസ്കാരം. ഗുരു, ഞങ്ങൾക്കൊന്ന് കളരിപ്പയറ്റിനെ കുറിച്ച് കളരിപ്പയറ്റിനെ എന്തുകൊണ്ടാണ് ആയോധനകളുടെ അമ്മ? അത് വളരെയധികം തർക്കങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ്. കളരിപ്പയറ്റിനെ എന്തുകൊണ്ടാണ് ആയോധന കലകളുടെ അമ്മ എന്ന് വിളിക്കുന്നത്? കളരിക്കാരിക്ക് അത് കേൾക്കുമ്പോൾ അഭിമാനമൊക്കെയാണ്. നമ്മുടെ ഭാരതത്തിലും കേരളത്തിലൊക്കെ അഭിമാനമാണ് അത് കേൾക്കുമ്പോൾ. പക്ഷെ അത് കരാട്ടെ, ജുത്സു, ജൂഡോ, തൈക്കൻഡോ, മറ്റ് ആയോധന കലകൾ ഇത് അഭ്യസിക്കുന്നവരൊന്നും ചിലപ്പോൾ അത് അംഗീകരിക്കണമെന്നില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആയോധന കലയുടെ അമ്മ എന്ന് പറയുന്നത്. ഒരു കാരണം ആ ആയോധന കലയുടെ പഴക്കമാണ്. രണ്ടാമത് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യം അത് ബൗദ്ധധർമ്മനായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഷാവിൻ ടെമ്പിളായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബൗദ്ധധർമ്മൻ ഇവിടുത്തെ ഒരു കളരി ഗുരുവായിരുന്നു, തികഞ്ഞൊരു അഭ്യാസിയായിരുന്നു. അദ്ദേഹം ചൈനയിലേക്ക് പോവുകയും അവിടുത്തെ ആളുകൾക്ക് ഈ ആയോധനകല പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതിൽ നിന്നാണ് പിന്നീട് ഷാവിൻ ടെമ്പിൾ വന്നത്. ആ ബൗദ്ധധർമ്മ എന്ന ഗുരുവിന്റെ ലോകം മുഴുവൻ അറിയപ്പെടുകയും അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്, അത് ഭാരതത്തിൽ നിന്നാണ്. അങ്ങനെ ഈ ഒരു വിദ്യയിൽ നിന്നാണ് എല്ലാ മാർഷൽ ആർട്സും ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്നുള്ളത് പല യൂറോപ്യൻസ് എഴുതിയ പല ബുക്കുകളിലും അവർ എഴുതിയിട്ടുണ്ട്. ലോക മാർഷൽ ആർട്സിനെ കുറിച്ചൊരു ബുക്ക് എഴുതിയതിൽ അതൊരു യൂറോപ്യൻ അതിന്റെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ കളരിപ്പയറ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ദ മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പ്രമാണമായിട്ട് എടുക്കാവുന്നതാണ്. എല്ലാ മാർഷൽ ആർട്സും നല്ലതാണ്. അവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആയോധന കലയാണ്, അപ്പൊ എന്തുകൊണ്ടാണ് അമ്മ എന്ന് വിളിക്കുന്നത്? ഇപ്പോ കുൻഫു, കരാട്ടെ, ജൂഡോ, തൈക്കൻഡോ ഇതെല്ലാം കളരിപ്പയറ്റിനെക്കാട്ട് കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ലോകത്ത്. അപ്പൊ അവർക്ക് ഇതെങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെ? നമ്മളുടെ പെർഫോമൻസ് അവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ അവരെങ്ങനെയെന്ന് പറയും. നമ്മൾക്ക് പറയാം, നമ്മുടെ ട്രഡീഷനാണ്, നമുക്ക് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് പറയാം. പക്ഷെ അഭ്യാസ ബലത്തിൽ വരുമ്പോ അവർക്ക് ഇതെങ്ങനെ പറയാൻ പറ്റും? മദർ ഓഫ് മാർഷൽ ആർട്സ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് അവരുടെ പ്രാക്ടീസിംഗ് സെഷൻ നമ്മളുടെ പ്രാക്ടീസ് സെഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെന്റ് ആണ്. മനസ്സിലായി? അവര് ഫുൾ കോണ്ടാക്ട് മത്സരങ്ങൾക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്. നമ്മൾ കളരിക്കാരും ഫുൾ കോണ്ടാക്ട് മത്സരങ്ങൾക്കൊന്നും ഇറങ്ങുന്നില്ല. അതൊക്കെ ഒരു പോരായ്മയാണ്. മനസ്സിലായോ? അപ്പൊ നമുക്കത് എന്തുകൊണ്ടാണെന്ന് പറയണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിപ്പയറ്റിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും വിട്ടുപോയി. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ പോകുന്നത്. മനസ്സിലായോ? നമ്മൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള മാർഷൽ ആർട്സുകാരൊന്നും പ്രാക്ടീസ് ചെയ്യുന്നു. കണ്ടോ? ചില വിദ്യകള് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി, പക്ഷെ അതവർ ചെയ്യുന്നുണ്ട്. അതിന്റെ പൂർണ്ണതയിലെങ്കിലും അതിനെ കുറച്ചെങ്കിലും അവർ ചെയ്യുന്നുണ്ട്. അവരുടെ മാർഷൽ ആർട്സിനെ നല്ല ശക്തിയുള്ളതായി തീർക്കാൻ അവർ ശ്രമിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാ ആയോധനകളുടെ അമ്മയായത് എന്നുള്ള ചോദ്യത്തിന് നാം നമ്മെ തന്നെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ശരീരത്തിന്. ഒന്ന് ശാരീരികം, പിന്നെ മാനസികം, ആത്മീയം. ഈ മൂന്ന് മേഖലകളിലും വളരെ വ്യക്തമായിട്ട് ടച്ച് ചെയ്ത് പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കളരിപ്പയറ്റ് ആയോധന കലകളുടെ അമ്മയായത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഹെൽത്ത് അല്ലെ, ആരോഗ്യ സംബന്ധമാണെങ്കിലും അതിന്റെ ശക്തിയാണെങ്കിലും അതിന്റെ വഴക്കത്തിനാണെങ്കിലും
കളരിപ്പയറ്റ് വളരെ നല്ലതാണ്. ഒരു വ്യക്തിയുടെ മാനസിക ശരീരം അതിനെയും പരിപോഷിപ്പിക്കുന്നതാണ് കളരിപ്പയറ്റ് സമ്പ്രദായം. മൂന്നാമതായിട്ട് ഒരു വ്യക്തിയുടെ ആത്മീയ ശരീരത്തിനെയും പരിപോഷിപ്പിക്കുന്നതും ഉണർത്തുന്നതുമാണ് കളരി സമ്പ്രദായം. വേറൊരു മാർഷൽ ആർട്സിനും ഇത് അവകാശപ്പെടാൻ പറ്റില്ല. അത്രയും ഒരു പരിപൂർണമായ വിദ്യയാണെന്ന് കളരിപ്പയറ്റ്. അപ്പൊ ഒരിക്കലും നമ്മള് പൊതുവെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ, ആയോധന കല എന്നാണ് പറയുന്നത്. കളരിപ്പയറ്റ് ശരിക്കും ആയോധന ഒരു കലയല്ല, കളരിപ്പയറ്റ് ഒരു വിദ്യയാണ്. സ്വന്തം ശരീരത്തിനെ കുറിച്ചും സ്വന്തം മനസ്സിനെ കുറിച്ചും സ്വന്തം ആത്മീയ ശരീരത്തിനെ കുറിച്ചും പഠിപ്പിക്കുന്ന അതിവൃത്തായ ഒരു വിദ്യയാണെന്ന് കളരിപ്പയറ്റ്. ഒരിക്കലും ഒരു കലാരൂപമല്ല എന്നുള്ളത്. എന്തുകൊണ്ട് കല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അതിന്റെ ആ ശോഷണമുണ്ട്. കണ്ടോ, നമ്മൾ കലയാക്കി വെച്ചാൽ പരിപൂർണമായ ഒരു വിദ്യ തന്നെ വളരെ ലാഘവത്തോടെ ഒരു കലയാക്കി വെച്ചേക്കും അല്ലെ. എന്ത് നല്ല ബുദ്ധിയാണെന്ന് നോക്കി. മുമ്പൊക്കെ കളരി സ്റ്റുഡൻസ് ആയിരുന്നില്ല, കളരി ആർട്ടിസ്റ്റുകളായിരുന്നില്ല, കളരി സാധകന്മാരായി. കണ്ടോ, ഇന്നത് മാറി കളരി ആർട്ടിസ്റ്റിനെ പറയുള്ളൂ അല്ലെ. അല്ലെ നമ്മൾ കളരിയിൽ പഠിക്കാൻ പറ്റുന്ന ശിഷ്യന്മാർ, സ്റ്റുഡൻസ് എന്ന് പറയും. മുമ്പത്തെ കാലങ്ങളിൽ അത് സാധനയായിരുന്നു. കണ്ടോ, സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഉണർത്തുന്ന ഒരു വലിയൊരു സാധന രീതിയായിരുന്നു കളരിപ്പയറ്റ്. മനസ്സിലായോ? അതിന് ആത്മീയത എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണം ഷാവിൻ ടെമ്പിളിൽ ഇത് പഠിപ്പിക്കുന്നത് ബുദ്ധിസ്റ്റ് മങ്സാണ് അല്ലെ. ഇത്രയും വലിയ അഭ്യാസങ്ങൾ വേറെ ആരും ലോകത്തുണ്ടാവില്ല. അവര് ഒരു സന്യാസിമാരെ പോലെ നിന്നുകൊണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കുക. കണ്ടോ, അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ലക്ഷ്യം എന്താണ്? സെൽഫ് റിയലൈസേഷൻ ആണ് ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് പലരും പൂത്തറ ദിവസമാക്കുന്നത് അല്ലെ. നമുക്ക് 7 തറകൾ കാണാൻ പറ്റും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രം. കണ്ടോ, അപ്പൊ ഒരു കളരിയിലോട്ട് കയറുന്ന സ്റ്റുഡൻസിന് അവർക്ക് ഗുരു പറയണത് നീ ഈ ലക്ഷ്യത്തിലാണ് എത്തേണ്ടത്, എന്റെ അടിയിട്ടൊന്നും നടക്കണ്ട, നിനക്ക് എത്താനുള്ള ലക്ഷ്യം അതാണ്. അപ്പൊ എന്ത് വിദ്യ എടുക്കുമ്പോഴും ആ പൂത്രയുടെ മുന്നിൽ പോയി വന്നിച്ചിട്ടോട് എടുക്കാനായിരുന്നു. കണ്ടോ, വേറെ എന്തെങ്കിലും മാർഷൽ ആർട്സ് അതുണ്ടോ? അപ്പൊ അതിന് തന്നെ ലക്ഷ്യം കൊടുത്തു. ഇന്നതൊക്കെ വേറെ ആചാരങ്ങളായി അല്ലെ. 7 പടികൾ എല്ലാ കളരികളിലും ഉണ്ടാവും. നമ്മളെ മുമ്പിൽ വിളക്ക് കത്തിക്കും, ചില പൂജാവിധികളൊക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് സെൽഫ് റിയലൈസേഷൻ എന്ന പാത ഇപ്പോ വിട്ടു നിൽക്കുകയാണ് എല്ലാ കളരിയിലും. അപ്പൊ ആദ്യത്തെ കാര്യം എന്താണ്? ഒരിക്കലും പൊതുവായിട്ട് എല്ലാവരും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രയോഗിക്കാം. മാർഷൽ ആർട്ട് ആയോധനകല എന്നും പറയാം. പക്ഷെ നിങ്ങളുടെ മനസ്സിലെന്ത് വേണം? ഇതൊരു കലാരൂപമല്ല, ഇത് മഹത്തായ ഒരു വിദ്യയാണ്, പരിപൂർണമായിട്ടുള്ള ഒരു ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ഇത്രയും ബഹുമാനിക്കപ്പെടേണ്ട ഒരു വിദ്യയെ നമ്മൾ തന്നെ താഴ്ത്തി കെട്ടുന്ന പോലെ. മനസ്സിലായി? കുറെ ആളുകൾ വരുമ്പോ അതിന്റെ മുമ്പിൽ വാളും പരിചയമായിട്ട് ഇറങ്ങി വെട്ടും കുത്തും കാണിച്ച് പെർഫോമൻസ് ആയിട്ട് മാറ്റിക്കളഞ്ഞു. മനസ്സിലായോ? പുറത്തെ കാര്യങ്ങൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് കഥകളി പോലത്തെ ഒരു കലാരൂപമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ബാംഗ്ലൂര് ഇതുപോലെ സ്കൂളില് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ചെന്നപ്പോ അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്തെന്ന് ചോദിച്ചാൽ കളരിപ്പയറ്റിനെ കുറിച്ച് മാഡത്തിന് എന്തറിയാം ഞങ്ങൾ ചോദിച്ചപ്പോ ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ മാഡം ഉത്തരം പറഞ്ഞതാണ്, അതൊരു ഡാൻസ് ഫോം ആണെന്ന് എനിക്കറിയാം. വലിയൊരു CBSE സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഈ പറഞ്ഞത്. ഞങ്ങൾ ഇരുന്നിരിപ്പിലൊന്ന് ചൂളി, എന്നിട്ട്
വീഡിയോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനാണോ ടീച്ചർ ഡാൻസ് ഫോം എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കണ്ടത് വേറെയാണ്, ഇതല്ല. എങ്ങനെയുണ്ട്? അപ്പൊ പെർഫോമൻസ് ആർട്ടായിട്ട് വന്ന് അവസാനം എന്ത് പറ്റി? മറ്റുള്ള മാർഷൽ ആർട്സ് ഒക്കെ കയറിപ്പോയി നമ്മൾ ഇപ്പോഴും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അത് മാത്രം. അപ്പൊ ഇത് ചില കാര്യങ്ങളാണ്. അപ്പൊ കളരിപ്പയറ്റ് നമുക്ക് രണ്ട് ഇതായിട്ട് തിരിക്കണം. ഒന്ന് കളരിപ്പയറ്റിന്റെ ബാഹ്യവശവും ഒന്ന് ആന്തരിക വശം. ബാഹ്യവശം ആണെന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ബഹുഭൂരിഭാഗം കളരികളും കളരിപ്പയറ്റിന്റെ ബാഹ്യവശം പഠിപ്പിക്കുന്ന സെന്റേഴ്സാണ്. അല്ല, അവിടെ കൈസാധകൾ ഉണ്ടാവും, കാൽസാധകൾ ഉണ്ടാവും, മെയ്പ്പേറ്റ് ഉണ്ടാവും, പകർച്ചക്കാൽ ഉണ്ടാവും, ചുവടുകൾ ഉണ്ടാവും, പിന്നെ വെപ്പൺസ് ആയിട്ടുള്ള ഫൈറ്റിംഗ് ഉണ്ടാവും, വടികൾ കൊണ്ടുള്ള ഫൈറ്റിങ്സ് ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാവും. അത് ശരിക്കും കളരിപ്പയറ്റിന്റെ ബാഹ്യമായ രൂപമാണ്. അപ്പൊ എന്താണ് അഭ്യന്തരമായിട്ടുള്ള രൂപം? കാരണം അതുകൊണ്ടാണ് മാർഷൽ ആർട്സിന്റെ അമ്മ എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന കാര്യം അതിലോട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മെയ്പ്പേറ്റ് എടുത്തു. മെയ്പ്പേറ്റ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്താ നമ്മൾ പറയുമല്ലേ, വളരെ മെയ് വഴക്കത്തിന് ഏറ്റവും നല്ലതാണ് മെയ്പ്പേറ്റ്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ചോദിക്കുന്നത് മറ്റുള്ള സമ്പ്രദായങ്ങളിലില്ലല്ലോ, തെക്കൻ സമ്പ്രദായത്തിൽ മെയ്പ്പേറ്റില്ലല്ലോ. മനസ്സിലായോ? ഇവിടെ തെക്കൻ വടക്കൻ മധ്യ കേരളം അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം ശിവന്റെ വിദ്യയാണ്. മനസ്സിലായോ? തെക്കനും വടക്കനൊക്കെ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. തെക്കനില് ഉള്ളത് വടക്കനില്ലെങ്കിൽ വടക്കൻകാർ ചെയ്യണം, തെക്കൻ കുറച്ച് പഠിക്കണം. ഈ വടക്കനിലില്ലാത്തത് അല്ലെ, തെക്കനില് ഇല്ലാത്ത വടക്കനിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തെക്കൻകാരെന്ത് ചെയ്യണം? കുറച്ചൊന്നും ഇവിടെ പഠിച്ചോ. അതുകൊണ്ടല്ല നഷ്ടമുണ്ടോ? തർക്കിച്ചിട്ടുണ്ടോ? ഇതിലൊന്നുമില്ലാത്ത മധ്യ കേരള സമുദായത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ടു കൂട്ടിയിടുമ്പോ അത് പഠിച്ചോ. ഇതെല്ലാം മനുഷ്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയാക്കുന്നതാണ്. വിദ്യ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. അത് തെറ്റാണോ? പക്ഷെ അതിന് പറയുന്നത് എന്താ? തെക്കൻ കളിക്കാർ പറയും വടക്കൻ ശരിയല്ല, വടക്കൻകാർ പറയും തെക്കൻ ശരിയല്ല, അപ്പൊ മധ്യ കേരളക്കാർ പറയും ഇത് രണ്ടും ശരിയല്ല, രണ്ടും ശരി എന്ന് പറയും. അങ്ങനെ അവിടെ തന്നെ ഫൈറ്റിംഗ് ആണ്. ആകെ കുറച്ച് ജീവിതമുള്ളൂ. ഒരു വിദ്യ പഠിക്കാൻ പോയിട്ട് അങ്ങാടും ഇങ്ങാടും ഫൈറ്റിംഗ് ആണ്. കുറെ അസോസിയേഷൻസ് ഉണ്ട് ഇതൊക്കെ. മനസ്സിലായോ? ഇതെന്താണ് യഥാർത്ഥമായിട്ടുള്ള കാര്യമെന്ന് ഇതൊന്നും മനസ്സിലാക്കാണ്ട് തമ്മിത്തല്ലാണ്. അപ്പൊ ഇതിൽ മെയ്പ്പേറ്റ് എന്നുള്ളത് ശരിക്കും ഒരു ആത്മവിദ്യയാണ്. കണ്ടോ? എന്താണ് മെയ്പ്പേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്രാണായാമം. അപ്പൊ ഭാഗ്യവശം എന്ന് പറഞ്ഞാൽ മെയ്പ്പേറ്റ് വേറെ എക്സസൈസ് ആണ്, ശരീരം വഴക്കാണ്. മെയ്പ്പേറ്റ് അതിന് കൽപ്പിച്ചാക്കുന്ന രീതിയിൽ ആ ശ്വാസത്തിന് കറക്റ്റാക്കി ചെയ്തു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന് ഏറ്റവും നല്ല വിദ്യ മെയ്പ്പേറ്റാണ്. അപ്പൊ എത്ര കളരികൾ പഠിപ്പിക്കുന്നു? ഇപ്പൊ ആദ്യത്തെ മെയ്പ്പേറ്റിന് എടുക്കാം. വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തൊഴുതമർന്ന് അമർച്ചയെടുത്ത് വെച്ച് അത് നീക്കി ചവിട്ടി, അത് വൈകിട്ട് മാറി എടുത്ത് കൂട്ടി വാങ്ങിയാവുന്ന അമർച്ചയെടുത്ത് വെച്ച് നീക്കി ചവിട്ടി വൈകിട്ട് മാറി. ഇത് നിങ്ങൾ ഗുരു പറയുന്ന പോലെ ഇത്ര എണ്ണം എല്ലാ ദിവസവും പ്രാണായാമത്തിൽ ചെയ്താൽ അത് മോക്ഷത്തിലേക്കുള്ളൊരു വഴിയാണ്. ശാരീരിക ബലം കൂടും, മാനസിക ബലം കൂടും. കണ്ടോ? അപ്പൊ പിന്നെ മദർ മാർഷൽ ആർട്സ് വിളിക്കാലോ. അതിന്റെ കുറച്ച് സ്റ്റെപ്പാണ് പറഞ്ഞത്. അപ്പൊ അതിന് ആ സ്റ്റെപ്പുകൾക്ക് ഗുരുക്കന്മാർ എന്താണോ കൽപ്പിച്ചാക്കുന്നത് ആ പ്രാണായാമം ചെയ്തിട്ട് ആ മെയ്പ്പേറ്റ് ചെയ്താൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ശരീരത്തിനും കീഴടക്കും, മനസ്സിനെയും കീഴടക്കും. നിങ്ങളുടെ ആ ആത്മീയ ശരീരം ഉണർന്ന് പ്രവർത്തിച്ച് നിങ്ങളെ മോക്ഷമാർഗത്തിന് അർഹനാക്കും. അതാണ് ആ പൂത്തറയുടെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് പൂത്തറ.
ശിഷ്യന്മാരെ നിങ്ങൾ ഉയർന്ന് ഈ തലത്തിൽ എത്തണം എന്നാണ് പറയുന്നത്. കണ്ടോ? അപ്പൊ ഒരു വ്യക്തിനെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൊടുത്തു, മാനസികമായിട്ടുള്ള ആരോഗ്യം കൊടുത്തു, അവന് ഏകാഗ്രത കൊടുത്തു, അല്ലെ? അവന്റെ ആത്മാവിനെ ഉണർത്തി പരമാത്മാവായിട്ട് യോജിപ്പിച്ചു, അവനെ ആ മോക്ഷപ്രാപ്തിയിൽ എത്തിക്കുന്ന ഒരു പരിപൂർണമായ വിദ്യയാണ് എന്ന് പറയുന്നത് ക്ലാരിഫൈസ് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ഹഠയോഗ. കണ്ടോ? ഇത് ശിവൻ നേരിട്ട് സൃഷ്ടിച്ചു കൊടുത്താക്കുന്ന. മറ്റേ ഹഠയോഗ സ്വാത്മാവിനി അദ്ദേഹം സൃഷ്ടിച്ചാണ്, അല്ലെ? നമ്മളിന്ന് യോഗ എന്ന് പറയുന്ന കഠിനമായ യോഗാസനങ്ങളിലൂടെ ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പല പല ആസനങ്ങളൊക്കെ ചെയ്ത്, ഷഡ്കർമ്മങ്ങളൊക്കെ ചെയ്ത്, മുദ്രകളും ബന്ധനങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഇടാപിംഗല നാടീനെയൊക്കെ സമൂഹി, നമ്മുടെ സുഷുമ്ന നാടീനെ ഉണർത്തി ആജ്ഞാചക്രത്തെ ആക്ടിവേറ്റ് ചെയ്ത് രാജയോഗത്തിലേക്ക് പ്രവേശിക്കുന്ന കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇരട്ടിയുടെ കൊണ്ടാണ് കാലിബ്രേറ്റ് ചെയ്തത്. കേട്ടോ? അപ്പൊ കാലിബ്രേറ്റ് എന്താണ് ശരിക്കും? ഹഠയോഗമാണ്. എന്താ? പരിപൂർണമായിട്ടുള്ള ഒരു വിദ്യയാണ് കാലിബ്രേറ്റ്. ഇത് ശിവന്റെ സൃഷ്ടിയായതുകൊണ്ട്, ആദിയോഗിയും ആദിഗുരുമായിട്ടുള്ള ആ മഹാഗുരുവിന്റെ സൃഷ്ടിയായതുകൊണ്ട് ഈ വിദ്യയില് എന്ന് മാത്രമല്ല ഭാരതീയ അനുഷ്ഠാന കലകളിലെല്ലാം ആ സിദ്ധി സ്പർശം ഉണ്ടാവും. അത് മ്യൂസിക് എടുത്താലും സെൽഫ് റിയലൈസേഷൻ കോഴ്സ് ആണ്. കണ്ടോ? ഇനിയിപ്പോ ഡാൻസ് എടുത്താൽ പോലും അതിന്റെ അങ്ങേറ്റത്ത് ഒരു മോക്ഷമാർഗം കിടക്കുന്നുണ്ട്. കാരണം എന്താ? ഇത് കണ്ടുപിടിച്ചേക്കുന്ന ആള് സിദ്ധനാണ്. അതുകൊണ്ട് തന്നെ സിദ്ധസ്പർശം ഉള്ള വിദ്യകളാണ്. സിദ്ധസ്പർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണത ഉണ്ടാവും. അത് പരിപൂർണത ഉള്ളതാണ്, അല്ലെ? മനുഷ്യ സ്പർശമാണെങ്കിലും അതിന് പരിപൂർണത ഉണ്ടാവില്ല. കണ്ടോ? അപ്പൊ കൽപ്പിപ്പായിട്ട് ഒരു സിദ്ധസ്പർശം കിട്ടിയ വിദ്യയാണ്. അതുകൊണ്ട് എന്താ? അതിന് പരിപൂർണത ഉണ്ടാവും. മറ്റുള്ള മാർഷൽ ആർട്സ് അങ്ങനെയാണോ? ഇതിൽ നിന്ന് പോയി മറ്റുള്ള ഗുരുക്കന്മാര് അവരുടേതായ രീതികളിലോട്ട് ആക്കി അങ്ങനെ വിപുലപ്പെട്ടു എന്നാണ്. അത് കൂടുതലും ശാരീരികവും മാനസികമായിരിക്കും, അല്ലെ? ആത്മീയ സൈഡ് ഈ പറഞ്ഞ ഷാവൽ ടെമ്പിൾ അങ്ങനെയുള്ള അവിടുത്തെ ഗുരുക്കന്മാർക്ക് മാത്രമുള്ളത്. അപ്പൊ വളരെ അല്ലെ അഭിമാനത്തോടെ നമുക്ക് പറയാം, എന്താണ്? കളരിപ്പയറ്റ് മദർ ഓഫ് മാർഷൽ ആർട്സ് ആണ്. മനസ്സിലായോ? ധൈര്യമായിട്ട് പറയാം. അപ്പൊ എന്താ? കളരിപ്പയറ്റ് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ബാഹ്യവും ഒന്ന് അഭ്യന്തരവും. അഭ്യന്തരത്തിലാണ് അതിന്റെ ഏറ്റവും സത്ത കിടക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം എന്താണ്? ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അറിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു വലിയ വിഷയമാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം, എന്താ? കളരിപ്പയറ്റ് ആയോധന കലകളുടെ അമ്മയാണെന്ന് പറയാം. സംശയം ഉണ്ടല്ലേ?